3 ദിവസം ഈ ഒരു ജ്യൂസ് കുടിച്ച് ലിവർ ശുദ്ധീകരിക്കൂ. എന്ത് ചെയ്തിട്ടും ഷുഗർ കൺട്രോൾ ആകുന്നില്ല. ഇനി നിങ്ങൾക്ക് ഹൈ കൊളസ്ട്രോൾ ഉണ്ട്. ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനും വയറിലെ കൊഴുപ്പ് മൂലമുണ്ടാകുന്ന അമിതവണ്ണം കുറയ്ക്കാനും ജോയിൻറ്റ് പെയിൻസ് കുറയ്ക്കാനും ശരീരത്തിലെ നീര് കുറയ്ക്കാനും യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് യൂറിക് ആസിഡ് കുറയ്ക്കാനും അങ്ങനെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മിക്ക അസുഖങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു നാച്ചുറൽ റെമഡിയായ അല്ലെങ്കിൽ ഹോം റെമഡിയായ ജ്യൂസാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഈ ഒരു ജ്യൂസ് കരൾ ശുദ്ധീകരിക്കാൻ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ശരീരത്തിലെ ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമായ പിത്തരസം നിർമ്മിക്കുന്നത് കരളാണ്. മാലിന്യങ്ങളെയും ആവശ്യമില്ലാത്ത മറ്റ് വിഷവസ്തുക്കളെയും സംസ്കരിച്ച് ശരീരം വൃത്തിയായി സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അവയവമാണ് കരൾ. അതിനാൽ കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. മഞ്ഞപ്പിത്തം മുതൽ ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾ തടയുന്നതിനും കരളിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും കരൾ ശരിയായി ഫംഗ്ഷൻ ചെയ്യുന്നതിനും കരൾ ശുദ്ധീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കരൾ ശുദ്ധീകരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത്തരം അസുഖങ്ങൾ കുറയ്ക്കാനും കരളിൻ്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്താനും സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പകുതി ക്യാരറ്റാണ്. പകുതി ക്യാരറ്റ് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. ക്യാരറ്റിലുള്ള ബീറ്റ കരോട്ടിൻ എന്ന പവർഫുൾ ആൻറ്റി ഓക്സിഡൻറ്റ് ഫ്രീ റാഡിക്കൽസ് കുറയ്ക്കാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കും. ലിവറിലെ ടോക്സിൻസ് കുറയ്ക്കാനും ലിവറിനകത്തുള്ള കൊഴുപ്പ് കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്ന ന്യൂട്രിയൻസ് എല്ലാം ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും വളരെ നല്ലതാണ് ക്യാരറ്റ്. മാത്രമല്ല ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള നല്ലൊരു റൂട്ട് വെജിറ്റബിൾ കൂടിയാണ് ക്യാരറ്റ്. കലോറി കുറവായതിനാൽ വെയ്റ്റ് മാനേജ്മെൻറ്റിനും ഷുഗർ കൺട്രോൾ ചെയ്യാനുമൊക്കെ സഹായിക്കുന്ന നല്ലൊരു റൂട്ട് വെജിറ്റബിൾ കൂടിയാണ് ക്യാരറ്റ്. ഇനി ഇതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ടാണ്. പകുതി ബീട്രൂട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. ബീട്രൂട്ടിലെ ന്യൂട്രിയൻസ് ലിവർ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ലിവറിലെ ഇൻഫ്ലമേഷൻ കുറച്ച് ലിവർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. കൂടാതെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ബീട്രൂട്ടിലെ പോഷകങ്ങൾ. ഇത് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും ബീട്രൂട്ടിലെ ഫൈബർ കൊളസ്ട്രോൾ കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനുമൊക്കെ സഹായിക്കും. ഇനി ഈ ജ്യൂസിന് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അനാറാണ്. അനാർ എന്ന് പറഞ്ഞാൽ മാതള നാരങ്ങ. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണ് അനാർ. ഇത് ലിവർ കംപ്ലീറ്റായി ഡീടോക്സ് ചെയ്യാൻ സഹായിക്കും. കൂടാതെ രക്തക്കുഴലുകളിലെ കൊഴുപ്പ് കുറച്ച് ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഇതിലെ ഫൈബർ വെയ്റ്റ് മാനേജ്മെൻറ്റിനും വളരെ നല്ലതാണ്. ഇനി ഈ ജ്യൂസിന് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയ സുഗന്ധ വ്യഞ്ജനമാണ് ഇഞ്ചി. മെറ്റാബോളിസം ഇംപ്രൂവ് ചെയ്യാൻ ഇഞ്ചി വളരെ നല്ലതാണ്. ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഷുഗർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു സുഗന്ധ വ്യഞ്ജനം കൂടിയാണ് ഇഞ്ചി. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളമൊഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഈ ജ്യൂസ് ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് പകുതി ലെമൺ ജ്യൂസ് കൂടെ ചേർക്കുക. ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വളരെ നല്ലതാണ് ലെമൺ ജ്യൂസ്. കൂടാതെ ഡൈജസ്റ്റീവ് എൻസൈംസ് സ്റ്റിമുലേറ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിലെ pH ബാലൻസ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് ലെമൺ ജ്യൂസ്. കൂടാതെ വൈറ്റമിൻ സി ധാരാളമുള്ള നല്ലൊരു ഫ്രൂട്ട് കൂടിയാണ് ലെമൺ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലിവർ ശുദ്ധീകരിക്കാനുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അടുപ്പിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് 1/2 മണിക്കൂർ മുൻപായി കുടിക്കണം. രാവിലെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് രാത്രി ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറിന് ശേഷം ഇത് കുടിക്കാവുന്നതാണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഫ്രഷായി തയ്യാറാക്കി വേണം കുടിക്കാൻ. ലിവർ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ധാരാളം വെള്ളം കുടിക്കുക. ഡയറ്റിൽ ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ്, നട്ട്സ് ആൻഡ് സീഡ്സ് ഇതെല്ലാം ഉൾപ്പെടുത്തുക. കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും ആൽക്കഹോൾ, റിഫൈൻഡ് ഷുഗർ, പ്രോസസ്ഡ് ഫുഡ്സ് ഇതെല്ലാം ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലിവർ ശുദ്ധീകരിക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ അസുഖങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷനും റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ജ്യൂസ് തയ്യാറാക്കി കുടിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്